സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS Rockers 2.0. ബിഗ് ബോസ് വീട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ. ഞാനിപ്പോൾ എന്തെന്നാ പറയുക, എവിടെന്നാ തുടങ്ങുക? എന്തായാലും തുടങ്ങിയേക്കാം അല്ലേ. നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടതുപോലെ തന്നെ സത്യം കേട്ടോ, ജിൻഡോ അടിവസ്ത്രം പൊക്കി നോക്കി എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ജിൻഡോയ്ക്ക് വന്നിട്ടുള്ളത്. അത് ഭയങ്കര ഒരു ഡീഗ്രേഡിങ് ആണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാരൊക്കെ അയ്യേ അങ്ങനെയാണ് എല്ലാവരും വിചാരിക്കുക. അതുകൊണ്ട് തന്നെ ജിൻഡോൻ്റെ ഇപ്പോൾ ഉള്ള ഫാൻസ്, ഇപ്പോൾ ജിൻഡോയ്ക്ക് ഇപ്പോൾ ഒരുവിധം നല്ല റീച്ച് ഉണ്ട്, നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്, എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ജിൻഡോനെ. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗബ്രിയും ജാസ്മിനും പ്രൊവോക്ക് ചെയ്യുന്നതിൽ ഒരു പീക്ക് കിങ് എന്ന് തന്നെ പറയാം. അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഗബ്രിയും ജാസ്മിനും. ഓക്കെ, നിങ്ങളിങ്ങനെ ഒറ്റ വാക്കി കേൾക്കുമ്പോൾ പൊക്കി നോക്കിയോ അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ വിചാരിക്കുക. പക്ഷെ ഇതൊന്നുമല്ല, കാര്യം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജിൻഡോ രാവിലെ തന്നെ വന്നിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കിച്ചൺ ടീമിലുള്ള ജാസ്മിൻ്റെ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടും ട്രിഗർ ആവുന്നില്ല ജാസ്മിൻ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ജിൻഡോ ഒരു വാക്കെടുത്തിട്ട് 3 ദിവസം കൂടുമ്പോൾ കുളിക്കുന്ന ഒരു വ്യക്തിയുടെ അടിവസ്ത്രങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ ഈ ഹാളിൽ ഇവിടെ ഒന്നും വിരിച്ചിടാൻ പാടില്ല, അത് ഞങ്ങൾ സമ്മതിച്ച് തരത്തില്ല എന്നാണ് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തൊരു അടി ഇന്നാൾ തീർന്നേ ഉള്ളൂ. അത് പിന്നെയും വലിച്ചെടുത്തിട്ടിട്ട് പിന്നെയും തുടങ്ങിയതാട്ടോ ഈ പ്രശ്നം. ജിൻഡോ തന്നെയാണ് വലിച്ചിട്ടത്, പക്ഷെ അത് ഇത്രയും ബാഡ് ഒരു പൊസിഷനിലോട്ട് എത്തുമെന്ന് ജിൻഡോയും വിചാരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ അടിവസ്ത്രങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണങ്ങാനിടാൻ ഞാൻ സമ്മതിക്കില്ല, അത് തെറ്റാണ്, ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കുന്നതാണ്, ഞങ്ങളിവിടെ നടക്കുന്നതൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഒരുമാതിരി ഇങ്ങനെ ന്യായീകരിച്ച് ഇങ്ങനെ അടി കൂടുകയൊക്കെയാണ്. പക്ഷേ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിന് പിടിച്ച് നിൽക്കാനായിട്ട് ഒന്നും ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുക അങ്ങനെയൊക്കെ ഓർത്തപ്പോൾ ജാസ്മിന് നല്ലൊരു പോയിന്റ് കിട്ടി. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് എൻ്റെ അടിവസ്ത്രം പൊക്കി നോക്കിയത്? അവിടെ എൻ്റെ അങ്ങനത്തെ വസ്ത്രങ്ങൾ മാത്രമല്ലാണ്ട്, അടിവസ്ത്രങ്ങൾ മാത്രമല്ലാണ്ട് ഒരുപാട് വസ്ത്രങ്ങൾ ഞാൻ മേടിച്ചിട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും പൊക്കി നോക്കാണ്ട് എന്തിനാ ഇത് മാത്രം എടുത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മ്യൂട്ട് ചെയ്തിട്ടാണ് ലൈവിൽ പോകുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാവും അവരെന്തോ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ജാസ്മിൻ ഇത്രയും വലിയൊരു പോയിന്റ് പ്രേക്ഷകന് മുമ്പിലോട്ട് എടുത്തിട്ടപ്പോഴേക്കും ജിൻഡോയ്ക്ക് പറയാനായിട്ട് ഒന്നുമില്ല. ജിൻഡോയും പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് വെച്ച് പൊക്കി നോക്കിയൊന്നുമല്ല, ഈ വസ്ത്രങ്ങളൊക്കെ ആരുടെ, ഞാൻ പവർ ടീമിലാണല്ലോ, അപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ ആരെവിടെ വിരിച്ചിട്ട്, ഈ വസ്ത്രങ്ങളൊക്കെ ആരുടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ പൊക്കി നോക്കിയത് എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പൊക്കി നോക്കുക. അപ്പോഴും ജാസ്മിൻ പിടിച്ചില്ല, എന്തിനാ ആ വസ്ത്രം മാത്രം പൊക്കി നോക്കി, മറ്റൊന്നും പൊക്കി നോക്കാത്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. ജിൻഡോ കാക്ക പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ജിൻഡോ കാക്കയുടെ ജിമ്മിലൊന്നും ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വരാത്ത ആൾക്കാരെ പോലെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എൻ്റെ ജിമ്മിലും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വന്നാൽ കൂടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തിട്ട് പോകാൻ നേരത്ത് ഈ വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകാറ്, അല്ലാണ്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ് ജിൻഡോയും വിട്ടു കൊടുക്കാണ്ട് നല്ലപോലെ അടി കൂടുന്നുണ്ട്. പിന്നെ ജിൻഡോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല ഈ ടോപ്പിക്കൊക്കെ എടുത്തിട്ടത്, ആ വസ്ത്രം ആരുടെയാണെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും എടുത്തിട്ടത്. അതിന് ഇത്രയും മോശം രീതിയിൽ എന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ എന്നെ പ്രേക്ഷകന് മുമ്പിൽ ചീത്ത ഇമേജ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ ചൂടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ചൂടായത്, ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട വന്നത് എന്നൊക്കെ പറഞ്ഞ് സോറിയൊക്കെ ചോദിച്ചിട്ട് ജിൻഡോ പോകുന്നുണ്ട്. പക്ഷേ ജാസ്മിൻ വിടാൻ തയ്യാറാവുന്നില്ല. ജാസ്മിൻ പിന്നെയും ഒരുമാതിരി ജിൻഡോയ്ക്ക് ഭയങ്കര ബാഡ് ഇമേജ് വരുന്നത് പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം അറിയാമല്ലോ, ജിൻഡോയ്ക്ക് എതിരായിട്ട് ആക്രമിക്കാൻ ഒരാൾക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒന്ന് ചേർന്നിട്ട് ആക്രമിക്കുന്നൊരു പരിപാടി നടക്കുന്നുണ്ടല്ലോ. കൂട്ടാക്രമം ജിൻഡോയിനെതിരായിട്ട് നടക്കുന്ന കാര്യം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ ജിൻഡോയിനോട് ചൂടാകുമ്പോൾ തന്നെ എല്ലാവരും കൂടി ചേർന്ന് മോശം വാക്കുകൾ ഉപയോഗിക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. എന്തായാലും ലൈവ് കാണുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ജിൻഡോ എന്താ ഉദ്ദേശിച്ചതെന്നും ജാസ്മിൻ എന്താ ഉദ്ദേശിച്ചതെന്നും. പക്ഷെ ലൈവ് കാണാത്തവർ, ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ടി വിയിൽ വരുന്ന ഈ ഷോ മാത്രം, അല്ലെങ്കിൽ ഈ 9-9:30 ടു ഉള്ള ഈ ഇത് മാത്രം കാണുന്നവർക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് പുറത്ത് വിടാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല, എങ്ങനെയാണ് പുറത്ത് വരാൻ പോകുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്കെതിരായിട്ട് വലിയൊരു ഡീഗ്രേഡിങ് നടക്കാൻ ചാൻസ് ഉണ്ട്. ജിൻഡോയ്ക്ക് ഫാൻസ് കുറയാനും ചാൻസ് ഉണ്ട്. നമുക്ക് എന്താ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേട്ടോ. ബൈ. മറക്കാണ്ട് ജിൻഡോ ഫാൻസ് ഉണ്ടെങ്കിൽ ആർട്ടിടുക, ജാസ്മിൻ ഫാൻസ് ഉണ്ടെങ്കിൽ ആർട്ടിടുക കേട്ടോ.